ഹാഡിയേഴ്സ് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ബിടെക് അലോട്ട്മെൻറ്റ് കിട്ടിയവർ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ പാലിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഇൻസ്ട്രക്ഷൻ വളരെ ക്ലിയർ ആയിട്ട് അവർ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ JCEK.AC.in എന്നുള്ളതാണ് വെബ്സൈറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കണ്ണൂർ അടിച്ചാലും ഈ ഒരു വെബ്സൈറ്റ് തന്നെ കിട്ടും. അപ്പോൾ അതിൽ നിങ്ങൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ റണ്ണിങ്ങിൽ പോകുന്നുണ്ട്. ബിടെക് അഡ്മിഷൻ 2024 ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫീസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റണ്ണിങ്ങിൽ പോകുന്നുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അടുത്തൊരു പേജിലേക്ക് വരികയും ഇവിടെ ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാര്യങ്ങൾ കാണിക്കുകയും ചെയ്യും. ഈ ഒരു PDF നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതിൽ വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബിടെക് അഡ്മിഷൻ 2024 ഡോക്യുമെൻറ്റ്സ് ടു ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് നമ്മുടെ അലോട്ട്മെൻറ്റ് മെമ്മോ, ആ ഫേസിലുള്ള ഏത് ഫേസിലാണോ നിങ്ങൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പോകുന്നത് ആ ഫേസിലുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ 2 എണ്ണം വേണം. ഡേറ്റ ഷീറ്റ്, അത് നമുക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടാവുന്നത്, അതും 2 കോപ്പീസ് പറയുന്നുണ്ട്. അഡ്മിറ്റ് കാർഡ്, നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ പോയ അഡ്മിറ്റ് കാർഡ് അത് എടുക്കുക. അത് നിങ്ങളവിടെ കൊടുത്തെങ്കിൽ നിങ്ങളുടെ കയ്യിൽ PDF ഉണ്ടെങ്കിൽ അത് വേറെ പുതിയത് എടുത്താൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ 12th മാർക്ക് ഷീറ്റും 2 കോപ്പീസും. അപ്പോൾ നിങ്ങൾ വെക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ വെക്കുക. അലോട്ട്മെൻറ്റ് മെമ്മോയുടെ 2 കോപ്പി, ഡേറ്റ ഷീറ്റിൻ്റെ 2 കോപ്പി, അഡ്മിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് 2 കോപ്പി. പിന്നെ ഇനി അഡ്മിറ്റ് കാർഡ് ഇല്ല എന്നുള്ള കേസാണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് ഒന്ന് കൂടുതലായിട്ട് എടുത്തു കേട്ടോ. അഡ്മിറ്റ് കാർഡ് ഉള്ളവർ അത് തന്നെ കൊണ്ടുവല്ല. ഇനി ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ ആധാർ കാർഡ് അല്ലെങ്കിലും നിങ്ങൾ ആധാർ കാർഡ് വേണമെങ്കിൽ ഒന്ന് കയ്യിലെടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ നിങ്ങളുടെ ഒറിജിനൽ മാർക്ക് ഷീറ്റ്, +2ൻ്റെ മാർക്ക് ഷീറ്റ് 2 കോപ്പി. പിന്നെ നിങ്ങളുടെ ബർത്ത് തെളിയിക്കാനായിട്ട് അത് SLC സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ, അപ്പോൾ അതിൻ്റെ 2 കോപ്പീസും വേണം. മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ, പിന്നെ TCയും CCയും, നിങ്ങൾ എൻട്രൻസ് കമ്മീഷണർക്ക് അടച്ച ഫീസിൻ്റെ റെസിപ്റ്റ്, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുത്തത്, പിന്നെ ഒറിജിനൽ ഓഫ് ഓൾ ദ ഡോക്യുമെൻറ്റ് ആൻഡ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വിത്തിൻ ഓൺലൈൻ. അതായത് നമ്മൾ കീം അപ്ലൈ ചെയ്തപ്പോൾ എന്തെങ്കിലും നിങ്ങൾ പുതുതായിട്ട് റിസർവേഷൻ കിട്ടാനോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ. പിന്നെ ഇനി നിങ്ങൾ റിസർവേഷൻസ് ഉണ്ടല്ലോ, അല്ലാതെയുള്ള കമ്മ്യൂണൽ റിസർവേഷൻസ്, OBC, NCL, SC, ST, അതുപോലെ EWS അങ്ങനെയുള്ള എന്തെങ്കിലും റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നവരാണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ അത്രയും നിങ്ങൾ കയ്യിലെടുക്കണം. ഇനി ഫീസിൻ്റെ കാര്യം ഇവർ പറഞ്ഞേക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ ഫീസ് സ്ട്രക്ചർ ബിടെക് 2024-25 എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് അഡ്മിഷൻ ഫീസ് 240 രൂപയാണ്. അപ്പോൾ മിക്ക ഗവൺമെൻറ് കോളേജുകളിൽ 250 രൂപയ്ക്ക് മാക്സിമം എടുക്കാറുള്ളൂ, അതിലപ്പുറം അവർ അഡ്മിഷൻ ഫീസ് എടുക്കാറില്ല. അപ്പോൾ ഈ ഫീസ് നിങ്ങൾക്ക് ഇനി വേറൊരു അലോട്ട്മെൻറ്റ് കിട്ടിപ്പോകുമ്പോൾ ഫീസ് തിരിച്ചു തരുന്ന സാഹചര്യമാണെങ്കിലും അഡ്മിഷൻ ഫീസ് കുറച്ചിട്ടായിരിക്കും തിരിച്ചു തരിക കേട്ടോ. ഇനി ട്യൂഷൻ ഫീസ് നമ്മൾ 3150 രൂപ പെർ സെമസ്റ്റർ ആയിട്ടാണ് ഇവർ കൊടുക്കാൻ പറയുന്നത്. സോ ഓരോ സെമസ്റ്റർ തുടങ്ങുമ്പോഴും നിങ്ങൾ ട്യൂഷൻ ഫീസും എക്സാം ഫീസും ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ സ്പെഷ്യൽ ഫീസ് അത് 2110 രൂപ ഓരോ വർഷവും കൊടുക്കണം. അത് ഓരോ ഓഡ് സെമ്മ് തുടങ്ങുമ്പോഴാണ് ആ ഒരു 2110 രൂപ കൊടുക്കേണ്ടത്. ഇനി യൂണിവേഴ്സിറ്റി ഫീസ്, അതിൽ അഡ്മിനിസ്ട്രേഷൻ ഫീസ് 1050, സ്പോർട്സ് ആൻഡ് ആർട്സ് ഫീസ് 530, അഫിലിയേഷൻ ഫീസ് 790, അങ്ങനെ 2370 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ₹1840 അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, പിന്നെ 530 ബിഗിനിങ് ഓഫ് ഈച്ച് സെമസ്റ്റർ. അങ്ങനെയാണ് ആ ഒരു എമൗണ്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്യൂഷൻ ഫീസിൻ്റെ ഒപ്പം ഈ ഒരു നമ്മൾ യൂണിവേഴ്സിറ്റി ഫീസും കൂടി കൊടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. ഇത് അതിൽ 1840 രൂപ എന്ന് പറയുന്ന എമൗണ്ട് നമുക്ക് ഈ അഡ്മിഷൻ്റെ സമയത്ത് മാത്രം കൊടുത്താൽ മതി. ഈ 530 ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാ സെമസ്റ്ററും തുടങ്ങുമ്പോഴും ആ ഒരു എമൗണ്ട് കൊടുക്കണം. പിന്നെ കൗഷൻ ഡെപ്പോസിറ്റ് അത് 1000 രൂപയാണ്. അത് നമുക്ക് അഡ്മിഷൻ്റെ സമയത്ത് മാത്രം കൊടുത്താൽ മതി. അത് നിങ്ങൾക്ക് സാധാരണ പോരുമ്പോൾ തിരിച്ച് കിട്ടാറുണ്ട്. ഇനി ഒരു 25 രൂപയും പിന്നെ ബസ് ഫീസ് 3000 രൂപ. അത് ബിഗിനിങ് ഓഫ് ഓഡ് സെമ്മാണ്. എല്ലാ ഓഡ് സെമ്മിലും നിങ്ങൾക്ക് അങ്ങനെ ബസ് ആവശ്യമുള്ളവരാണെങ്കിൽ ആയിരിക്കും 3000 രൂപ പറയുന്നത്. അത് കൺഫേം ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ബിഗിനിങ് ഓഫ് ഓഡ് സെം എന്ന് കൊടുത്തേക്കണേം കൊണ്ട് സാധാരണ ചിലവർ ആ ഒരു ഫസ്റ്റ് നമ്മൾ കയറുന്ന ആ ഒരു വർഷം എല്ലാവരും ബസ് ഫീസ് വാങ്ങാറുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് ആ ഒരു സെമ്മ് ഫീസ് ബസ് ഫ്രീ ആയിരിക്കും. പക്ഷേ ഇവരിങ്ങനെ ബസ്സിന് ആവശ്യമുള്ളവർ മാത്രമായിരിക്കുമോ എന്ന് അറിയത്തില്ല. അത് കൺഫേം ചെയ്യുക. കാരണം ഇവർ ബിഗിനിങ് ഓഫ് ഓഡ് സെം എന്നാണ് പറയുന്നത്. ഓരോ ഓഡ് സെം തുടങ്ങുമ്പോഴും നിങ്ങൾ ബസ് ആവശ്യമുണ്ടെങ്കിൽ കെട്ടാനായിരിക്കും, അല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ എമൗണ്ട് കെട്ടേണ്ടതായിട്ട് വരില്ല. അത് നിങ്ങൾ കൺഫേം ചെയ്യുക കേട്ടോ കോളേജിൽ വിളിച്ചിട്ട്. പിന്നെ കോളേജ് വെൽഫെയർ, പ്ലേസ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ആൻഡ് PTA അറ്റ് ദ ടൈം ഓഫ് ജോയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ 9000 രൂപയാണ് പറയുന്നത് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും കൊടുക്കേണ്ടതായിട്ട് വരും.
ചിലപ്പോൾ അതും ഇപ്പോൾ PTA പ്ലേസ്മെൻറ്റ് സെല്ല് കോളേജ് വെൽഫെയർ എന്നൊക്കെ പറയുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഈ അഡ്മിഷൻ ഷുവർ ആണെങ്കിൽ മാത്രം കൊടുത്താൽ മതിയോ എന്നുള്ള കാര്യം നിങ്ങൾ കൺഫേം ആക്കുക. കാരണം നമുക്കിത് ഇത്രയും വാങ്ങുള്ളൂ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇവർ ഫീ സ്ട്രക്ചർ ഇത്രയായിട്ടേക്കണം. ടോട്ടൽ 20,895 ഇവർ ഈ ഒരു അഡ്മിഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ ഇട്ടേക്കുന്ന ഫീ സ്ട്രക്ചർ. ഇനി ഇതിൽ PTA ഫണ്ട് വാങ്ങുമോ ബസ് ഫണ്ട് വാങ്ങുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. അത് ഓരോ കോളേജുകാരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുൾ എമൗണ്ട് അടയ്ക്കണമെന്നുള്ള കാര്യം നിങ്ങൾ കോളേജിലെ ഫോൺ നമ്പർ കോൺടാക്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ചോദിക്കുക കേട്ടോ. അല്ലാതെ നമുക്കതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇവർ ടോട്ടൽ എമൗണ്ട് അഡ്മിഷൻ്റെ സമയത്ത് എന്ന് പറഞ്ഞിട്ട് 21,000 രൂപ അടുത്താണ് ഇട്ടേക്കുന്നത്. ഓക്കെ. ഇനി SC/ST കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, ഫീ കൺസെഷനുള്ള കുട്ടികൾ, അവർ കോഷ്യൻ ഡെപ്പോസിറ്റും നിർബന്ധമായിട്ട് അടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ 9,000 രൂപയുണ്ടല്ലോ PTA ഒക്കെ ഫണ്ട്, അതും നിർബന്ധം. അങ്ങനെ ഒരു 10,000 രൂപ SC/ST കുട്ടികൾ അടച്ചാൽ മതി. ബാക്കി എല്ലാവരും 20,895 എന്നുള്ള എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ മേ ബി നിങ്ങൾക്ക് ചിലപ്പോൾ ഈ നമ്മൾ എൻട്രൻസ് കമ്മീഷർക്ക് അടച്ചേക്കുന്ന ഫീസ് ഉണ്ടല്ലോ, അത് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ അടക്കാൻ പറയാറ്. അതിനെ പറ്റിയിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതും നിങ്ങളൊന്ന് ക്ലിയർ ആക്കുക കേട്ടോ. ഓക്കെ. ഇങ്ങനെ ഫീസ് കൊടുത്തേക്കണേ കൊണ്ടാണ് 3,150 പെർ സെമസ്റ്റർ നമ്മൾ എൻട്രൻസ് കമ്മീഷർക്ക് അടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ഫുൾ എമൗണ്ട് ആണല്ലോ. അപ്പോൾ അത് കുറച്ച് ചിലപ്പോൾ കൊടുത്താൽ മതിയായിരിക്കും, ആവേണ്ടതാണ്. അങ്ങനെയാണ് എല്ലാ വർഷവും വരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് ആ എമൗണ്ട് കുറച്ച് അടച്ചാൽ പോരെ എന്നുള്ള കാര്യം കൂടി ഷുവർ ആക്കുക കേട്ടോ. അപ്പോൾ SC/ST കാൻഡിഡേറ്റ്സിന് ഈ പറഞ്ഞ എമൗണ്ട് 10,000 രൂപ നിങ്ങൾ കൂടുതലായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇവിടെ എല്ലാവരും UPI ആണ്. ക്യാഷായിട്ട് എമൗണ്ട് അടക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. സോ നിങ്ങൾ ഡിജിറ്റൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ കാർഡോ അങ്ങനെ എന്താണോ നിങ്ങൾ എടുക്കുന്നത് ആ ഒരു രീതിയിൽ അടക്കാം കേട്ടോ. ക്യാഷ് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ ഇത്രയാണ് ഇവർ ഇൻസ്ട്രക്ഷൻ പറഞ്ഞേക്കുന്നത്. പിന്നെ ഏത് ഡേറ്റിൽ ചെല്ലണം എന്നുള്ള കാര്യം പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞിട്ടില്ല. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് 21-ാം തീയതി, മറ്റേത് 22-ാം തീയതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഇവരിപ്പോൾ നിലവിൽ കൊടുത്തിട്ടില്ല. പക്ഷേ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ ഇവർ ഹോസ്റ്റൽ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ മേ ബി BLHൻ്റെ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ട് മാത്രം ഹോസ്റ്റലിൻ്റെ കാര്യം നോക്കിയാൽ മതിയാവും. അപ്പോൾ അതും റിലേറ്റഡ് ആയിട്ടുള്ള ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. ഇവിടെ കോൺടാക്ട് അസ് എന്ന് പറഞ്ഞ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ് കേട്ടോ. അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് ഒരു കോൺടാക്ട് നമ്പർ ഇവിടെ വെബ്സൈറ്റിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ഈ ഒരു നമ്പറിൽ വിളിച്ചാണെങ്കിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.